നമസ്കാരം, വെൽക്കം ടു സ്പൈൻ ഫോക്കസ്. അതികഠിനമായിട്ടുള്ള വേദന കാരണം 5 മിനിറ്റിൽ കൂടുതൽ ഇരിക്കാൻ ബുദ്ധിമുട്ടുന്ന ധാരാളം പേരെ ഞാൻ OPD കാണാറുണ്ട്. ഇതിന് ഒരു പ്രധാനപ്പെട്ട കാരണം കോക്സിഡൈനിയ അല്ലെങ്കിൽ ടെയിൽ ബോൺ പെയിൻ, നമ്മുടെ നട്ടലിലെ ഏറ്റവും അവസാനത്തെ കശേരു, നമ്മൾ ഇരിക്കുന്ന ഭാഗത്ത് ടെയിൽ ബോൺ, അവിടെയുള്ള വേദനയാണ്. ഇത് വളരെ സാധാരണയായിട്ടുള്ളൊരു കണ്ടീഷനാണ്. ഇന്ന് നമുക്ക് ടെയിൽ ബോൺ പെയിൻ അല്ലെങ്കിൽ കോക്സിഡൈനിയന്റെ വിവിധ ചികിത്സാ രീതികളെക്കുറിച്ച് സംസാരിക്കാം. ചില രോഗികളിൽ ഒരു വീഴ്ചയെ തുടർന്നാണ് ഈ വേദന അനുഭവപ്പെടാറുള്ളത്. പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകളിൽ ഡെലിവറിക്ക് ശേഷവും ഈ വേദന അനുഭവപ്പെടാറുണ്ട്. എന്നാൽ ബഹുഭൂരിപക്ഷം രോഗികൾക്കും പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെയാണ് ഈ കോക്സിഡൈനിയ അല്ലെങ്കിൽ ടെയിൽ ബോൺ പെയിൻ വരാറുള്ളത്. മിക്കവാറും എല്ലാ രോഗികൾക്കും തന്നെ ടെയിൽ ബോൺ പെയിൻ കുറച്ച് സമയം കൊണ്ട് തന്നെ ബെറ്റർ ആവുന്ന ഒരു അസുഖമാണ്. വേദന കൂടുതലായിട്ടുള്ള സമയത്ത് നമുക്ക് സപ്പോർട്ടീവ് കെയർ, അങ്ങനത്തെ മെഷേഴ്സ് മാത്രമേ ആവശ്യമുള്ളൂ. അതിന് ഏറ്റവും പ്രധാനം ഒരു റിംഗ് കുഷൻ അല്ലെങ്കിൽ ഒരു കോക്സിക്സ് കുഷൻ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇരിക്കുന്ന സമയത്ത് ഈ കുഷൻ ഉപയോഗിക്കുന്നത് വഴി നമ്മുടെ ടെയിൽ ബോണിന്റെ പ്രഷർ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇതുകൂടാതെ സിറ്റ്സ് ബാത്ത്, അതായത് നമ്മൾ ഇളം ചൂടുവെള്ളം ഒരു ബക്കറ്റിലെടുത്ത് അതിൽ നമ്മുടെ ടെയിൽ ബോൺ തട്ടുന്ന രീതിയിൽ ഇരിക്കുന്നത്, രാവിലെയും വൈകിട്ടും 10 മിനിറ്റ് വെച്ചിട്ട് ഇരിക്കുന്നത് അവിടുത്തെ നീർക്കെട്ട് കുറയ്ക്കുവാനും ആ ചുറ്റുമുള്ള മസിലുകളിലുള്ള സ്പാസം കുറയ്ക്കുവാനായിട്ടും ഹെൽപ്പ് ചെയ്യും. ഇതുകൂടാതെ ഒരുപാട് നേരം ഇരിക്കുന്നതും ഹാർഡായിട്ടുള്ള പ്രതലങ്ങളിൽ ഇരിക്കുന്നതും ഒഴിവാക്കണം. നമുക്ക് അവിടെ പുരട്ടാനായിട്ടുള്ള ലോക്കലായിട്ടുള്ള ഓയിൻമെന്റ്സ്, വേദനയ്ക്കുള്ള മരുന്നുകൾ എന്നിവയും ഇത് മാറാനായിട്ട് ഒരു പരിധിവരെ ഹെൽപ്പ് ചെയ്യും. സാധാരണ വേദന മാറിക്കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എക്സസൈസുകളാണ് പറയുക. അതിനു വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള പെൽവിക് ഫ്ലോർ സ്ട്രെങ്തനിങ് എക്സസൈസുകളുണ്ട്. ഈ എക്സസൈസുകളുടെ ഒരു വീഡിയോ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തിട്ടും വേദന മാറാതെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഒരു സ്പൈൻ സ്പെഷ്യലിസ്റ്റിനെ പോയിട്ട് കാണണം. അദ്ദേഹം നിങ്ങൾ എക്സാമിൻ ചെയ്ത് നോക്കി ഇമേജിങ്, ചിലപ്പോൾ MRI സ്കാൻ ചെയ്യേണ്ടി വന്നേക്കാം. MRI സ്കാൻ ചെയ്യുന്നത് മെയിൻലി നമുക്ക് അവിടെ വേറെ മേജർ ആയിട്ടുള്ള വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്താനും ചുറ്റുമുള്ള ഓർഗനുകളിൽ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്താനും വേണ്ടിയിട്ടാണ്. അടുത്ത സ്റ്റെപ്പ് വേദന കുറയ്ക്കാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് മാർഗം മാനിപ്പുലേഷൻ ഓഫ് കോക്സിക്സ് അണ്ടർ അനസ്തീഷ്യ എന്ന പ്രൊസീജിയറാണ്. ഇത് നിങ്ങളുടെ സ്പൈൻ സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ സ്പൈൻ സർജൻ നമ്മൾ തിയേറ്ററിൽ കൊണ്ടുപോയി ചെറുതായിട്ടൊന്ന് മയക്കി നമ്മൾ ആ കോക്സിക്സ് ബോൺ അല്ലെങ്കിൽ ആ ടെയിൽ ബോൺ എന്നുള്ള ബോണിനെ പതുക്കെ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് കൊടുക്കുക ചെയ്യുക. ഇത് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ ജോയിന്റിനകത്തേക്ക് ചെറിയ ഡോസ് സ്റ്റിറോയിഡ് ഇഞ്ചെക്ട് ചെയ്യും. ഇത് ഇഞ്ചെക്ട് ചെയ്യുന്ന വഴി അവിടെയുള്ള നീർക്കെട്ട് നല്ല രീതിയിൽ കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. വളരെ അപൂർവമായിട്ടുള്ള രോഗികൾക്ക് ചിലപ്പോൾ ഇതൊന്നും ചെയ്താലും പെയിൻ മാറാതെ നിൽക്കാം. അങ്ങനെയുള്ള രോഗികൾക്ക് ഒരു പക്ഷേ കോക്സിജെക്ടമി എന്നുള്ള ഓപ്പറേഷൻ, അതായത് നമ്മൾ ആ ടെയിൽ ബോൺ എടുത്ത് കളയുന്ന ഓപ്പറേഷൻ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. ഓർക്കുക, ടെയിൽ ബോൺ പെയിൻ അല്ലെങ്കിൽ കോക്സിഡൈനിയ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ്. മിക്കവാറും ആളുകൾക്ക് ലളിതമായിട്ടുള്ള ചികിത്സാ മാർഗങ്ങളിലൂടെ ഇത് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ സാധിക്കും.